അറിഞ്ഞൂടാ, എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കർത്താവിനെ മാത്രമേ അറിയുള്ളൂ. ആ സ്നേഹത്തിന്റെ ഉയരവും വീതിയും നീളവും ആഴവും. സ്നേഹിക്കുന്നേ 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 നിങ്ങളുടെ അകത്തേക്ക് ഈ ദൂതിനെടുത്ത്, സ്നേഹിക്കുന്നേ നിങ്ങളുടെ അകത്തേക്ക് ഈ ദൂതിനെടുത്ത്. ഇസാക്ക് ജനിക്കാത്തതിന്റെ കാര്യം മനസ്സിലായോ? എന്താ കാരണം? ഇവനെ കളയുന്നൊരു വിശ്വാസം നിന്റെ അകത്തുണ്ടാകണം. യോസനെ മനസ്സിലാകുന്നുണ്ടോ? ബ്രദറെ മനസ്സിലാവുന്നുണ്ടോ? അപ്പനെയോ അമ്മയോ തലമുറ ദൈവം ജനിപ്പിക്കും. ഇസാക്കുമാരെ യാക്കോവുമാരെയും ദൈവം അന്വേഷിക്കുന്നു, അബ്രഹാമുമാരെ അന്വേഷിക്കുന്നു. ആദ്യം അബ്രഹാമെ തലമുറ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ സർവവും യേശു ആകണം. എന്റെ കൂടെ ഉണ്ട്. കളയാമോ? അതെ, കളയാമോ? കളയാച്ച കളയാങ്കി പറവാക്കി കിട്ടും. ഇതെങ്ങനെ അബ്രഹാം പിടിച്ചെടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 25 വർഷം വാക്തത്വം ലേറ്റാവും അല്ലായിരുന്നു. കളയാൻ 25 വർഷം അവനെ പഠിപ്പിക്കുകയായിരുന്നു. മോളെ മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ കളയാമെന്ന് 25 വർഷം കൊണ്ട് പഠിപ്പിക്കുക. കുറച്ച് മിനിറ്റ് കൂടെ എടുത്തോട്ടെ ഞാൻ. എങ്ങനെ ദൈവം നിങ്ങളെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുന്ന സമയത്തിന് അഹങ്കാരം കാണിച്ചാ പോയി. അവിടെ കാലെ പിടിച്ച് നിന്നോണം. എൻ്റെ കൂടെ ഉണ്ടോ? വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. നിന്നെ കർത്താവ് വിളിക്കുക. കളയാൻ വേണ്ടി വിളിക്കുക. എന്റെ ജീവിതം കളയാൻ വേണ്ടി വിളിക്കുക. ദൂതിനെ നീ മനസ്സിലാക്കണം. കർത്താവ് എന്നോട് സംസാരിക്കുന്നു. കളയാമെങ്കിൽ കിട്ടൂടാ. കൊല്ലാമെങ്കിൽ കിട്ടും. എത്ര ആള് നോക്കുമ്പോ കളയാനായിട്ട് ഇറങ്ങിയ ആളാണ്. നേട്ടങ്ങളെ പുറകെ പോകരുത് നീ. ഇത് ലാഭക്കച്ചവടമല്ല, ഇത് കളയുന്ന പരിപാടിയാ. ആരെങ്കിലൊക്കെ ഉണ്ടോ? ഒന്ന് ക്രൂശ് എടുക്കണം ഇന്ന് രാവിലെ. സഹോദരിമാരെ, വളരെ ഡീപ്പായിട്ട് കർത്താവ് നിങ്ങളുടെ സംസാരിക്കുന്നത്. ഇത് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. എനിക്കൊരു തലമുറ വേണം. കത്തിക്കാൻ പറഞ്ഞ കത്തിക്കാം, കളയാൻ പറഞ്ഞ കളയാം. അത് മിനിസ്ട്രി എങ്കിൽ മിനിസ്ട്രി. കർത്താവിന് വേണ്ടാത്ത മിനിസ്ട്രി നിനക്കെന്തിനാണ്? കർത്താവിന് വേണ്ടാത്ത പണം നിനക്കെന്തിനാണ്? ഓ എന്തു ക്ലേശങ്ങൾ വന്നിടിലും എന്നെ വിളിച്ചിടും വേല ചെയ്തിടാ. ലോകമെങ്ങും നിൻ സാക്ഷിയ എന്നെ. എനിക്ക് ആകപ്പാടെ പ്രാഗൽഭ്യം ഏറിയതാ. പണത്തിന്റെ പുറകെ ഞാൻ പോയിട്ടില്ല. നിങ്ങൾ കളയണം നിന്റെ സമ്പത്തിനെ. എനിക്കറിഞ്ഞൂടാ എത്ര പേര് ഇതിനെ എടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഒരു തലമുറ കളഞ്ഞിട്ടിറങ്ങണം. ഓ, അഭിഷേകം വെയിറ്റ് ചെയ്യുന്നു. വലിയ പദ്ധതി വെയിറ്റ് ചെയ്യുന്നു.
വലിയ ദൈവ നിയോഗം നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ഓ മരിക്കാനായി എനിക്ക് ചിലരെ വേണം. ആരെങ്കിലും ഉണ്ടോ? പെന്തക്കോസ്തുകാരനെ കർത്താവിന് വേണ്ട, ഏതോ പ്രവാചകനെ കർത്താവിന് വേണ്ട. മരിക്കാനായി ഇറങ്ങി വാ. ഞാൻ നിന്നെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. കളയാനിറങ്ങി എന്റെ കൂടെ ഉണ്ടോ? കർത്താവ് ചിലരെ തൊഴിൽ ബാക്കിൽ ചിലരെ അഭിഷേകം ചെയ്യ. കർത്താവ് സ്റ്റാൻഡി സ്വീകരിച്ചേ. കർത്താവ് ഇനി ഒന്ന് എഴുന്നേറ്റ്. ഇപ്പോൾ കർത്താവ് എന്തോ അഭിഷേകം പറഞ്ഞു. കളയാ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കർത്താവ്. എന്നാ ചെയ്തോ നീ? ഒരു വലിയ ദൈവശക്തി, സുവിശേഷത്തിന്റെ ആത്മാവ് Let us receive right now. എന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കും. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാം ലോകമെങ്ങും നിൻ സാക്ഷിയ. എനിക്കിതേ അറിയാവുള്ളൂ. എന്റെ വിളി ഇതാ, കർത്താവിനെ കാണിക്കുക എന്നൊരു വിളിയേ ഉള്ളൂ എനിക്ക്. നിങ്ങളെ കർത്താവ് വിളിക്കുന്നു ഇന്ന് രാവിലെ. ഒരു ക്രൂശ് എടുക്കാൻ വന്നു രാവിലെ. എന്തോ ഈ ക്രൂശ്? പ്രവീണച്ചാൻ അച്ഛനോടെ കേൾക്കണേ. എന്തോ ഈ ക്രൂശ്? കർത്താവിന്റെ സ്നേഹങ്ങൾക്ക് വിരോധമായി നീ കൊണ്ട് താലോലിക്കുന്നതെല്ലാം കത്തിക്കണം, വെച്ചു കൊടുക്കണം. ഇസ്ഹാക്കിനെ വെച്ചു കൊടുത്തതുപോലെ ഇന്നിവിടെ യാഗങ്ങൾ നടക്കണം. ഞാൻ ഉറപ്പ് പറയാം, യാഗങ്ങൾ നടന്നാൽ തലമുറകളുടെ എഴുന്നേൽപ്പുകൾ നടക്കും. അഭിഷക്തനെ ഒരു യാഗം നടത്താമോ? കത്തിക്കാമോ? നീ വാക്തത്വമെന്നും പ്രാർത്ഥിച്ച് കിട്ടിയതാണെന്നും പറഞ്ഞ അതിനെ കത്തിക്കാമോ? കളയുന്നവന് കിട്ടും, കളയുന്നവന് കിട്ടും. കളയുന്ന രാവിലെ ഒരു 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ആ 10 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ വരണം. കളയണം കേട്ടോ. നമുക്കങ്ങ് കളയാം, നമുക്കങ്ങ് ഉരുകണം ഇന്ന് രാവിലെ. ഒത്തിരി പ്രാസംഗികരുണ്ട്. കർത്താവിന് ആര് വേണ്ട, കളഞ്ഞവൻ വേണം. ഞാൻ എന്നോടും കൂടെ സംസാരിക്കുന്നു. എങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്രൂശ. അതെന്നെ വിട്ടുമാറുവാൻ ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 1, 2, 3. മാറിയില്ല ആൻറ്റി. ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, മാറുന്നില്ല. കഥ പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടാ, അതൊരു ക്രൂശ. ലേഖനം തുറക്കണമെങ്കിൽ ഒരു ക്രൂശ് വഹിക്കണം. എഫോസോസ് പിടിക്കപ്പെടണമെങ്കിൽ ഒരു ക്രൂശ് വേണം. ഗലാത്യ ലേഖനം തുറക്കണമെങ്കിൽ ഒരു ക്രൂശ് വേണം. തിരുമേശയുടെ ആഴമായ വെളിപ്പാടുകൾ തുറക്കണമെങ്കിൽ ഒരു ക്രൂശ് വേണം. ഒരു ക്രൂശിനെ ഞാൻ വഹിക്കാൻ റെഡിയാന്ന് പറയാൻ പറ്റുന്നവർ ആ കൈ ഒന്ന് കാണിച്ച്. ഈ ദൂത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ലിറ്ററലി നിലനിൽക്കുന്ന ഒരു വിടുതൽ നിന്റെ ശരീരത്തിൽ സംഭവിക്കും. ഓ, ചിലപ്പോ അത് നിന്നേ ആയിരിക്കും അച്ഛാ. വന്നേ. ഒത്തിരി നാളുകൾക്ക് മുമ്പ് കുമ്മനാട് പഠിക്കാൻ പോയപ്പോ കേട്ടോണേ, എൻ്റെ അടുത്ത് ചോദിച്ചു, പ്രവീൺ ബ്രദറെ, പ്രവീണജ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നിനക്ക് വേറെ പണിയില്ലേ എന്ന്, നിനക്ക് നിന്റെ അപ്പനെ പോലെ വല്ല ജോലി വല്ലോ? എനിക്ക് അന്ന് അറിഞ്ഞൂടായിരുന്നു കേട്ടോ മറുപടി. പക്ഷെ അറിയാതൊരു ക്രൂശ് ഞാൻ എടുക്കുമായിരുന്നു. കളയാമെങ്കിൽ കിട്ടും. പറ, ശബ്ദമുയർത്തി പറ, കളയാമെങ്കിൽ കളയണം. എന്നെ വിളിച്ചിടും വേല ചെയ്തിട ലോകമെങ്ങും നിൻ സാക്ഷിയ വേർപിരിയില്ലിനി ഞാൻ. കരമൊന്ന് ഉയർത്തിപ്പാടിയേ. എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ ചിലരെ ഉരുകണം. ഇത് എനിക്കറിയാത്. ഇന്ന് രാവിലെ ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രത്ത് ആയിരക്കണക്കിന് മെസ്സേജുകൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഈ സന്ദേശത്തിന് ദൂതന്മാർ സല്യൂട്ട് അടിച്ചു നിൽക്കുക. ആത്മമണ്ഡലം അത് അഹങ്കാരമല്ല, ദൂതിന്റെ ശക്തിയാ. ആത്മമണ്ഡലം തിരുവനന്തപുരത്ത് തുറന്നു കിടക്കുക. കരമടിച്ച് യേശുവിന് ഒരു ആരാധന കൊടുത്ത്, ശബ്ദമുയർത്തി യേശുവിന് ആരാധന, യേശുവിന്റെ നാമത്തിൽ. ശബ്ദമുയർത്തി സ്വീകരിക്കൊരു ക്രൂശ് എടുക്ക, ഒരു ക്രൂശ് എടുക്ക. ഒരു ക്രൂശ് എടുക്ക നീ. കർത്താവ് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വൻകാര്യങ്ങളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ദൂത് പ്രസംഗിച്ച കാരണത്താൽ പലരും വിളിക്കത്തില്ല. വേണ്ട, നീ വിളിക്കണ്ട. കാരണം തലമുറകൾ കർത്താവിനെ കാണുക. കളയാമെങ്കിൽ കിട്ടും. ആന്റിമാരൊത്തിരി പേരുണ്ടല്ലോ എന്നെ കേക്ക്. ഞങ്ങളുടെ നാട്ടിലെ സ്ഥലം പറയുന്നില്ല, മീഡിയയിലൂടെ പോകുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലത്ത് 2.5 വർഷത്തിന് മുമ്പ് തിരുവല്ലയിൽ പോയി സ്നാനപ്പെട്ടതിന്റെ പേരിൽ പുറലോകം കണ്ടിട്ടില്ല ആ സഹോദരി ഇതുവരെ. അതാ ക്രൂശ്. ഒറ്റ റൂമിൽ ഇട്ടേക്കുവാ. പുറലോകം കടയിൽ വിടത്തില്ല, വീട്ടിൽ വിടത്തില്ല, പുറത്തു വിടത്തില്ല. യൂട്യൂബിലിരുന്ന് കണ്ടോണം. അതൊരു ക്രൂശാ. എന്തുവാ ക്രൂശ്? സഹോദരിമാരെ, കർത്താവിന് വേണ്ടി നിന്നെ കൊട്ടിപ്പാടാനാ പോകുന്നവൻ, ചാടാൻ പോകുന്നവൻ, പെന്തക്കോസുകാരൻ ക്രൂശാടാൻ മോനേത്. ചുളുവിന് അനുഗ്രഹിക്കപ്പെടാനുള്ള സംഭവം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മുകളിലത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ യജമാനനാകാമെങ്കിൽ ദാസനും ആകാം. യേശു കർത്താവ് പറയാ, യജമാനനായ യേശു ഇതെല്ലാം ചെയ്തെങ്കിൽ ദാസനായ അച്ചാനും ചെയ്യാം. വീട്ടുടമസ്ഥനാകാമെങ്കിൽ വീട്ടുകാരനായ ബ്രദറിനും ആകാം. നീ വഹിക്കുന്ന ഒരു നിന്ന ക്രൂശ, ഒരപമാനം ക്രൂശ. എടുക്കാമോ?
ഒരു സമയത്ത് ശിമോൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അവൻ ഈ മനസ്സുകൊണ്ട് നിന്ദിക്കപ്പെട്ട ആളല്ല, മനസ്സുകൊണ്ട് ക്രൂശ് എടുത്ത ആളല്ല, ശരീരം കൊണ്ട് ക്രൂശ് എടുത്തു. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിനോട് പറഞ്ഞു, ഇനി ശരീരം കൊണ്ടെടുക്കുന്നവനല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, മനസ്സുകൊണ്ടെടുക്കുന്നവൻ. ഒന്ന് എടുക്കാമോ നിങ്ങൾക്ക്? ഒന്ന് കരം കാണിച്ച നിങ്ങളെ. അടുത്തൊരു 5 മിനിറ്റ് എനിക്ക് തരാമോ? എന്നിലൂടെ കർത്താവിന് കൊടുക്കാമോ? ബ്രദറെ, ഞങ്ങൾ യേശുവിന് കൊടുക്കാം. എനിക്ക് സാഹചര്യങ്ങളൊന്നും അനുവദിക്കുന്നില്ല, പക്ഷേ ഒരവസരം കിട്ടിയ ഞാൻ കൊടുത്തോളാം. അങ്ങനെയുള്ളൊരു കൈയൊന്ന് കാണിച്ച്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദൂതിൻ്റെ ശക്തിയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. കൈയൊന്ന് കാണട്ടെ. നല്ലോണം ഉയർത്തിപ്പിടിക്കുക. സത്യമാണോ? യേശുവിന് വേണ്ടി കൊടുക്കുമോ? ഒത്തിരി നാളുകൾക്ക് മുമ്പ്, കൈതാക്കല്ലേ, പിടിച്ചു, 2 വെച്ച് ഉയർത്തി പിടിച്ചോ. ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഒരു BBSന് ഇതേ കണക്കിന് ആരോ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാതെ കൈപൊക്കി. അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അന്ന് കർത്താവ് എൻ്റെ കൈ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ക്രൂശ് എടുത്തോടാ, കളയാമെങ്കിൽ കിട്ടും. നീ കളയുന്നത് ജനുവിനാണെങ്കിൽ നിന്നെ ഓടിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കും. ഇന്ന് രാത്രി കളയാൻ മനസ്സുള്ള കൈകളൊന്ന് കാണിച്ച്. അന്ന് ഈ പാട്ട് പാടിയപ്പോഴാണ് ഞാൻ കരഞ്ഞത്. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാ, ലോകമെങ്ങും നിൻ സാക്ഷിയ. ഒരു വരാൻ പോകുന്ന ഉണർവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ ആ കരം ഒന്ന് ഉയർത്തി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചേ. ഹോ ഞാൻ ഈ അനോയിന്റിങ്ങിന്റെ ഒരു പീക്കിൽ നിന്നിട്ട് കർത്താവ് എന്നെ താഴോട്ട് കൊണ്ടുവന്നേ ഈ ദൂത് പറയാം. അടുത്ത 5 മിനിറ്റ് നിങ്ങൾ ആരെയും നോക്കരുത്. കർത്താവ് നിങ്ങളെ തൊടും. ഒരു ഹൃദയം ഞാൻ കൈമാറും. കണ്ണടച്ചു പിടിച്ച് വേർപിരി എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഒരു ഗോസ്പലിന്റെ അനോയിന്റിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ സ്വീകരിക്കാം. നിങ്ങൾ ഒരുവൻ 1000-ത്തെയും നിങ്ങൾ 10,000-ത്തെയും കൊണ്ടുവരും. ഒരു കൂട്ടത്തെ പിടിക്കാനുള്ള ഒരു അഭിഷേകം ഇപ്പോൾ ഈ ഉയർത്തിയവരുടെ മേൽ വീഴട്ടെ. കരമുയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. സുവിശേഷ ഗോസ്പൽ, പവർ ഓഫ് ഗോസ്പൽ. അത് വീഴട്ടെ. പ്രാപിക്കുക.